ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ദിവനിക്കിൽ മലയാളം ആരോഗ്യത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് സോറി പറയട്ടെ. കാരണം ഇന്നലെ ഇട്ട 2 വീഡിയോയ്ക്കും വോയിസ് ക്ലാരിറ്റി ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അത് മൊബൈലിൻ്റെ എന്തോ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ഞാൻ രാവിലെ ഇട്ടത് നിങ്ങളുടെ ഒരുപാട് എനിക്ക് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നെ ഉച്ചയ്ക്കും അങ്ങനെ ആകുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അതെൻ്റെ ഭാഗത്തുള്ളൊരു തെറ്റാണ്. ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് വീണ്ടും ഞാനതൊന്ന് കേട്ട് നോക്കിയില്ല. അതുകൊണ്ടാണ് അത് പറ്റിപ്പോയത്. സോറി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജിലേക്ക് പോകാം. എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി? നിങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് നേരിടേണ്ടത്? എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നൊക്കെ നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ 9 ഓഫ് വാൻഡ്സിൻ്റെ ഒരു എനർജിയാണ്. ടവർ വന്നിട്ടുണ്ട്, 3 ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് സോഡ്സ്, ഒരു ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്, ടെമ്പറൻസ്. അത് ക്ലാരിഫൈ നോക്കാം. ബോട്ടം വളരെ നല്ലതാണ്, 10 ഓഫ് പെൻഡക്കിളാണ്. അപ്പോൾ ഇന്നേ ദിവസം പൈസക്കൊക്കെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ 9 ഓഫ് വാൻഡ്സ് ഇവിടെ വന്നത് നിങ്ങൾ ചിലപ്പോൾ ആകുലപ്പെട്ടിരിക്കുകയായിരിക്കും. ഇന്ന് പൈസ കിട്ടുമോ? ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ പൈസ കിട്ടുമോ പ്രതീക്ഷിച്ച് നിങ്ങൾ ഇരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ടെൻഷനാണ്, ആ വിചാരിച്ച പൈസ കിട്ടുമോ ഇല്ലേ എന്നൊക്കെയുള്ളൊരു ടെൻഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ആദ്യം തന്നെ പറയട്ടെ, 10 ഓഫ് പെൻഡക്കിളാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് പൈസ നിങ്ങളിലേക്ക് വരുന്നൊരു ദിവസമാണ്. നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പൈസ നിങ്ങളുടെ കയ്യിലോട്ട് വരും. അത് ഏതെങ്കിലുമൊക്കെ വഴികളിലൂടെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാലറി കിട്ടാം, അല്ലെങ്കിൽ ഓണമാണ്. അപ്പോൾ അത് ഓണത്തിൻ്റെ ആ ഒരു ബോണസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. എന്ത് തന്നെയായാലും, അല്ലെങ്കിൽ ആരെങ്കിലും ഗിഫ്റ്റ് തരാം, ഓണമല്ലേ. ഏത് വഴിയിലൂടെ ആയാലും ഇന്ന് ധാരാളം പണം നിങ്ങളിലേക്ക് വരുമെന്ന് കാണുന്നുണ്ട്. അത് വളരെ സന്തോഷം. കാരണം ഓണത്തിന് എല്ലാവർക്കും പൈസ ഒരുപാട് ആവശ്യം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ള പൈസ കിട്ടുമല്ലോ. ചാരിയട്ടാണ് അത്, ബോട്ടം വന്നിട്ടുള്ളത് ചാരിയട്ടാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് വളരെ ക്വിക്കായിട്ട് നിങ്ങളുടെ സാഹചര്യം മാറി മറിയുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കില്ല ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമോ. പോസിറ്റീവ് മൂവ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നടക്കുമോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. ചില ആൾക്കാർ ചിലപ്പോൾ നാട്ടിലോട്ട് വരുന്നുണ്ടായിരിക്കും. ഇതൊരു ട്രാവലിലൂടെയാണ്. ചില ആൾക്കാർ നാട്ടിലോട്ട് വരുന്നുണ്ടായിരിക്കും, ഫാമിലിയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർക്ക് നിങ്ങൾ നല്ല കോൺഫിഡൻസോടുകൂടി ഓരോ പ്രശ്നത്തെയും, ഇന്ന് വരുന്ന എല്ലാ പ്രശ്നത്തെയും നേരിടാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ വളരെ സന്തോഷം. നമുക്ക് ക്ലാരിറ്റി എടുക്കാം. എന്താണ് ഇവിടെ 9 ഓഫ് വാൻഡ്സ്? ഇവിടെ എന്താണ് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഭയമോ ടെൻഷനോ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്തിനാണ് നിങ്ങൾ ഒരു ഭയപ്പെടുന്നത്, എന്താണ് കാത്തിരിക്കുന്നത് നോക്കാം. ഹെർമിറ്റാണ്. അപ്പോൾ അത് നിങ്ങളൊരു ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയായിരിക്കും. നിങ്ങൾ ആരും സഹായിക്കാനില്ല എന്ന് വിചാരിച്ചിരിക്കുന്നൊരവസ്ഥയാണ്. ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരിക്കാം. പക്ഷെ ആവശ്യത്തിനൊന്നും സഹായിക്കാൻ ആരുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെ ആരും സഹായിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഒരു ടെൻഷനാണ്. പിന്നെ ഇതിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ നിങ്ങളുടെ
ലൈഫിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ തന്നെ വിചാരിക്കും അത് ഞാൻ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അഡ്വൈസ് എടുക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ റിലേറ്റീവ്സോ ഒക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളോട് ഓടി വന്ന് ചോദിക്കും എന്ത് ചെയ്യട്ടെ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങളോട് പറയുമ്പോൾ അവർക്ക് ഫീലാവും ചെയ്യുമായിരിക്കും. പക്ഷേ നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഹൈലി സ്പിരിച്വലാണ് നിങ്ങൾ. പക്ഷെ ആ സ്പിരിച്വാലിറ്റിയുടെ ഗുണങ്ങളൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടുന്നില്ല. അതിൻ്റെ വിഷമമുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ പിറകിൽ ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. നൈനഫാൻസ് ഒരുപാട് സാധ്യതകളുണ്ട് നിങ്ങൾക്ക്, ഒരുപാട് കഴിവുകളും ഉണ്ട്. പക്ഷെ കഴിവുകളൊന്നും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടി അത് ഉപയോഗിക്കേണ്ടി വരുന്നു. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ദേഷ്യമൊക്കെ നിങ്ങൾക്കുണ്ട് ഇന്നേ ദിവസം. പിന്നെ ടവറാണ് വന്നിട്ടുള്ളത്. ഒരു സഡൻ ചേഞ്ച് വരുന്നു എന്തോ ഒരു കാര്യത്തിന്. അപ്പം ഈ ഒരു ദേഷ്യത്തിനൊക്കെ ആയിരിക്കും ഒരു പെട്ടെന്നൊരു ചേഞ്ച് വന്നത്. കിങ് ഓഫ് കപ്സ് ആണ്. അപ്പം നിങ്ങൾ വിഷമിച്ചിരുന്നെങ്കിൽ, ടെൻഷൻ അടിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തോ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയോ സഹായം കിട്ടിയിട്ടുണ്ടായിരിക്കാം. അപ്പം നിങ്ങളൊരു ഗ്രൗണ്ടഡ് എനർജിയിലായി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് തോന്നിയപ്പോൾ അല്ലെങ്കിൽ നടന്നപ്പോൾ നിങ്ങൾ വളരെയധികം ഹാപ്പിയായി. അപ്പം ഈ ടെൻഷനൊക്കെ മാറി ഈ ഒരു ടവർ വളരെ പോസിറ്റീവായി എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഈ ഒരു നൈനഫാൻസിൻ്റെ എനർജിയിൽ നിന്നും ടെൻഷൻ അടിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ഒരു കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയിലേക്ക് വന്നു. നിങ്ങൾ വളരെ ഹാപ്പിയായി എന്ന് കാണുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നുള്ളൊരു മാറ്റമാണ്. നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത മാറ്റമായിരിക്കും. നിങ്ങളിത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. പിന്നെ 9 എന്ന് പറയുമ്പോൾ ഒരു എൻഡിങ് ആണ്. ഒരു സൈക്കിൾ എൻഡായി അത് ഒരു പെട്ടെന്നൊരു ചേഞ്ച് വന്നു നിങ്ങൾക്ക് അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഇന്ന് എന്തെങ്കിലും ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സെലിബ്രേഷനുണ്ട്. അത് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സുമായിട്ടായിരിക്കാം. ഒരു വിവാഹമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ, മംഗളകർമ്മങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറച്ച് സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ടായിരിക്കാം. ഹാപ്പിനെസ്സാണ്. അപ്പോൾ കുറച്ചധികം ആൾക്കാരുമായി ചേർന്ന് നിങ്ങൾ ആഘോഷിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ക്യൂൻ ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഇൻഡിപെൻഡൻ്റ് ആയി എന്നാണ് കാണുന്നത്. നിങ്ങൾക്കുള്ളൊരു ക്ലിയർ ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങളിരിക്കുന്നു. അതെന്തിനാണ് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ നേരത്തെ ഉള്ളതിൽ നിന്ന് ശരിക്കും വ്യത്യസ്തമായി എന്തോ ഒരു കാര്യം ചെയ്തു എന്നുള്ളതാണ്. എയ്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ ചിലപ്പം എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുമായിരിക്കും. ഒരുപാട് ഗിവിങ് നേച്ചറുള്ള ആൾക്കാരായിരിക്കാം. ഇപ്പോൾ ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്, കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ. അപ്പോൾ പാസ്റ്റിൽ അങ്ങനെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് മാറ്റം വന്നു നിങ്ങൾക്ക്. നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ എൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ഇനി മറ്റുള്ളവർക്ക് കൊടുക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആദ്യം എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാകട്ടെ, എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാമെന്ന് ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് വന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ക്യൂൻ ഓഫ് സോർഡ്സ് അവിടെ വന്നത്. നിങ്ങൾക്ക് കുറേ കാര്യങ്ങളിൽ ക്ലാരിറ്റി കിട്ടി. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിന് കുറച്ചുകൂടി ഒരു പ്രാധാന്യം കൊടുക്കാൻ ഉള്ള ഒരു തീരുമാനം എടുത്തു നിങ്ങളെന്നാണ് കാണുന്നത്. പിന്നെ ഒരു ഡെബിൾ കാർഡ് വന്നിട്ടുണ്ട്. അപ്പം എന്തോ ഒരു കാര്യത്തിലൊരു ഒരു നെഗറ്റീവ് ആണ്. അത് എന്താണ് നെഗറ്റീവ് എന്ന് നോക്കാം. ഒരു കിങ് ഓഫ് സോർഡ്സിൻ്റെ എനർജി വന്നു, എന്നിട്ടാണ് നെഗറ്റീവ് വന്നത്. അപ്പോൾ ആരിൽ നിന്നെങ്കിലും നിങ്ങൾക്കൊരു നെഗറ്റീവ് കിട്ടിയതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. 6 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അപ്പം ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾ വളരെ ഹാപ്പി ആയിരുന്ന സമയത്ത് ആരോ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ്
നെഗറ്റീവ്, നിങ്ങൾക്ക് വിഷമിക്കാനുള്ള എന്തോ ഒരു കാര്യം കിട്ടുകയോ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പം അതിൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു വിഷമം തോന്നിയിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളതൊന്ന് ഓവർകം ചെയ്ത് പുറത്ത് കിടന്നെന്ന് കാണുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്ത് കടക്കുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ വേറെ ഏതോ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു നെഗറ്റീവ്, കാരണം ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഇന്ന് സംസാരിച്ച ആരോടെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്തൊരു ഒരു കോൺവെർസേഷൻ വന്നപ്പോൾ അതിനകത്തുനിന്ന് ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വിട്ടേക്കുക, അത് വലിയൊരു കാര്യമില്ല, അത് വിട്ടേക്കുക. അങ്ങനെ എങ്ങനെയോ ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് ഇന്നേ ദിവസം മനസ്സിലെന്തെങ്കിലും ഒരു ഡിപ്രഷൻ പോലത്തെ ഒരു കാര്യം, ഒരു അൻസൈറ്റി വരാൻ സാധ്യത, ആരോ എന്തോ പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു പേടി പോലെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക, കമൻറ്റ് ചെയ്യുക. ടെമ്പറൻസ് ആണ്. പിന്നെ ബാലൻസിലോട്ട് വന്നു എന്നാണ് കാണുന്നത്. ബാലൻസ് ആണ്. പെട്ടെന്ന് ഇങ്ങനെ ഇത് സംഭവിച്ചെങ്കിലും പിന്നെ നിങ്ങളത് ബാലൻസിലോട്ട് കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അത് പോട്ടെ, സാരമില്ല, അതൊക്കെ ശരിയാവും, ഇത് മറ്റുള്ളവർ ഭയപ്പെടുത്താൻ പറയുന്നതാണെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തായാലും അത് ശരിയായി എന്ന് കാണുന്നുണ്ട്. പിന്നെ ശരിക്കും ഇന്ന് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുന്നൊരു സമയമാണ്. പിന്നെ ടാരോ എന്ന് പറയുമ്പം നമുക്കതൊരു ഗൈഡൻസ് ആയിട്ടാണ് കൊടുക്കാൻ പറ്റുന്നത്. അത് ശരിക്കും പ്രഡിക്ഷൻസിലുപരി നമുക്ക് ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രഡിക്ഷനാണ്, ആ ഒരു ഗൈഡൻസാണ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ, നമ്മളുടെ ജീവിതം ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളാണ്, അതിൽ വേറെ ആർക്കും വലിയ പങ്കൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെ പോകണം, നമ്മൾ ശരിക്കും ഒരു ക്രോസ് റോഡിൽ നിൽക്കുമ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഗൈഡൻസ് ആയിട്ടാണ് നമ്മൾ ടാരോയിൽ കാണേണ്ടത്. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു ഫ്യൂച്ചർ ചോദിച്ചാൽ ടാരോയിൽ കൃത്യമായിട്ടും പറയാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമ്മുടെ എനർജി മാറിക്കൊണ്ടിരിക്കും, നമ്മളുടെ എനർജി മാറും, ഈ സാഹചര്യങ്ങൾ മാറും, ചിലപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെ എനർജി മാറുമ്പോൾ ടാരോയിലുള്ള ആ ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ഇത് മാറും. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും, അത് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അത് മനസ്സിലാക്കുക. അപ്പം ഇത് ഇന്നത്തെ എനർജിയൊക്കെ ആകുമ്പം നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടും കുറേയധികം ആൾക്കാർക്ക്. പിന്നെ നൈറ്റ് ഫാൺസിൻ്റെ എനർജിയാണ്. ശരിക്കും നിങ്ങൾക്കൊരു എനർജി കിട്ടിയ പോലത്തെ ഒരു ഫീലാണ് ഇന്നേ ദിവസം. ശരിക്കും ഒരു വളരെ പോസിറ്റീവായിരിക്കും. നിങ്ങളെല്ലാ ജോലിയും നന്നായിട്ട് ചെയ്യാൻ, വളരെ സന്തോഷത്തോടെ ചെയ്യാനുള്ളൊരു എനർജി നിങ്ങൾക്ക് വരും. പിന്നെ ശരിക്കും ഒരു എന്തെങ്കിലും ഒരു നെഗറ്റീവ്, ചെറിയൊരു നെഗറ്റീവ് വന്നാലും അതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മാറ്റാൻ പറ്റും എന്നാണ് കാണുന്നത്. പെട്ടെന്ന് നിങ്ങളതിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ ഹാപ്പി ആകും എന്ന് കാണുന്നുണ്ട്. പിന്നെ 10 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. പണം ധാരാളമായിട്ട് വരും എന്നുള്ളതാണ്. ധനധാന്യ സമൃദ്ധി എന്നാണ്. അപ്പം അത് ഫാമിലിയോടൊപ്പം നിങ്ങൾക്ക് വളരെ സന്തോഷത്തിലിരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല, ചിലപ്പോൾ ഫാമിലിയിൽ ആർക്കെങ്കിലും ചിലപ്പോൾ കുറച്ച് പൈസ കിട്ടുമായിരിക്കും, അങ്ങനെ, അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടുമായിരിക്കും, ഓണമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും കിട്ടുമ്പോൾ, നമ്മളെ വീട്ടിൽ എല്ലാവർക്കും പൈസ കിട്ടുമ്പോൾ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പൈസ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ല. അങ്ങനത്തെ ഒരു സന്തോഷം നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഇനി നമുക്ക് കൃഷ്ണ ഓറക്കിളിൽ എന്താണ് ഭഗവാന് നിങ്ങളോട് ഇന്നേ ദിവസം എന്ത് ഗൈഡൻസ് ആണ് തരാൻ പറ്റുന്നത് എന്നുകൂടി നോക്കാം. ന്യൂ ബിഗിനിങ്സ് ആണ്. അപ്പോൾ ഇതിൽ കുറച്ച് ബിഗിനിങ്സ് വന്നിട്ടുണ്ട്. ലെറ്റ് ഗോ ഓഫ് ദ ഓൾഡ്, വെൽക്കം ദ ന്യൂ, which will take its own time to come and possibly on its way എന്നാണ്. അപ്പം പഴയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പഴയ കാര്യങ്ങൾ മനസ്സിൽ വെക്കേണ്ട. പഴയ കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡിപ്രഷൻ വരും, അല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും നെഗറ്റീവ് ആക്കും. നിങ്ങളതിനെ പുതിയ കാര്യത്തെ നിങ്ങൾ വെൽക്കം ചെയ്യാനാണ്. നിങ്ങൾക്ക് നല്ല ഒരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ വെൽക്കം ചെയ്യാൻ. പക്ഷേ നമുക്കത് നമ്മളിലേക്ക് വരാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. അത് പെട്ടെന്ന് പറയുമ്പോൾ അത് ഇന്നായിരിക്കില്ല പലർക്കും. അപ്പോൾ പുതിയ കാര്യം നമ്മൾ വെൽക്കം ചെയ്യണം. പക്ഷേ നമ്മൾ സമയം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, എന്നാണ് നല്ല സമയം വരുന്നത്, എന്നാണ് നല്ല സമയം വരുന്നത്, നമ്മൾ അടുത്തു എന്നൊക്കെ പറയാറുണ്ട്.
നമ്മളുടെ കർമ്മഫലം നമ്മൾ അനുഭവിച്ചേ മതിയാവുള്ളൂ. പിന്നെ ഈ നെഗറ്റീവ് ആകുമ്പം വീണ്ടും നമുക്ക് വീണ്ടും ആ ഒരു നല്ല കാലം വരാൻ വീണ്ടും താമസിക്കും. പലരും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പം ദൈവത്തെ കുറ്റം പറയാറുണ്ട്, എനിക്ക് വിധിയെ പഴിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് നന്മ വരാൻ വീണ്ടും സമയമെടുക്കൂട്ട, വീണ്ടും ലാഗാവും. കാരണം നമ്മൾ വീണ്ടും നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ പുതിയ ഒരു നല്ല തുടക്കം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതതിൻ്റെ വഴി കാണണം, അത് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. നോക്കാണ്. നോക്ക് ദ ഡോർസ് ഓഫ് പോസിബിലിറ്റീസ് വിൽ ഓപ്പൺ. അപ്പം നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ വാതിലുകളും മുട്ടാനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കാതിരിക്കരുത്, പറയാതിരിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആരോടെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്ന് മറ്റുള്ളവർ ചെയ്തു തരേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഒരാളിനോട് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളോട് നിങ്ങൾക്കൊരു ജോലി ചോദിക്കണം എന്നുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ ചോദിക്കും, എനിക്ക് ചോദിച്ചാൽ ഇനി എന്ത് വിചാരിക്കും. ഈ എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് അവരുടെ പാർട്ടാണ്. നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. ആവശ്യം നിങ്ങൾക്കാണ്. നിങ്ങൾക്കൊരു ജോലിയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ ചോദിക്കുക, അവർ തരുകയോ തരാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ നിങ്ങളുടെ പാർട്ട് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും മുട്ടാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ വേറൊരു വഴി നമുക്ക് തുറക്കും. നമ്മൾ അതിലൊരു ഈഗോയോ ഒന്നും തന്നെ വിചാരിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കാൻ മടിച്ചിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട, ചോദിച്ചോളാനാണ് പറയുന്നത്. ട്രാൻസ്ഫർമേഷനാണ്. അപ്പോൾ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നശിച്ചിട്ട് വേണോ ഒന്ന് പുതിയ തുടങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പം ഒന്ന് ചെയ്യാതെ ഒന്ന് ചെയ്യാലേ അത് മറ്റൊന്നിൽ വളാവൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം ചിലപ്പം കുറച്ച് വിഷമേറിയായിരിക്കാം. ഈ ഒരു വിഷമേറിയ സാഹചര്യം വരുന്നത് ഒരു പുതിയ കാര്യം നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ അറിയാലോ, ഒരു വിത്ത് അത് മുള പൊട്ടി വരുമ്പം ആ സമയത്ത് ഭയങ്കര പെയിനായിരിക്കും. അതിൻ്റെ ആ കട്ടേറിയ ഷെല്ലൊക്കെ പൊട്ടിയിട്ട് വേണം അതിൻ്റെ ആ ഒരു സീഡിൽ നിന്ന് അത് ഒരു മുള പുറത്ത് വരാൻ. സെയിം ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കണം നിങ്ങൾക്കും. ഇപ്പോൾ ഒരു മുള പുറത്ത് വരുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്കൊക്കെ ഉണ്ട്, നിങ്ങളുടെ ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പ്രതീക്ഷയോടെ കാത്തിരിക്കാനാണ്. പുതിയ തുടക്കമുണ്ട്. ഇപ്പം നിങ്ങൾ എന്ത് അവസ്ഥയിലായാണെങ്കിലും അത് നിങ്ങൾ ബോധറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരുപാട് ടെൻസ്ഡ് ആകണ്ട. നിങ്ങൾക്ക് പുതിയൊരു നല്ല ബ്രൈറ്റ് ഉള്ള ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ പറയാൻ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് ഇന്നുള്ള ഒരു ഗൈഡൻസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം.